ഹലോ, നല്ല നമസ്കാരം. ദി കേരള സ്റ്റോറി എന്ന സിനിമയുടെ ഒന്നാം ഭാഗം വളരെ വിവാദമായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ രണ്ടാം ഭാഗവും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സമീപകാല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും വഴിവെച്ച ചിത്രമാണ് ദി കേരള സ്റ്റോറി. ഇതിന്റെ രണ്ടാം ഭാഗത്തിന്റെ ടീസർ പുറത്തു വന്നതോടുകൂടി ചർച്ചകൾ വീണ്ടും സജീവമാകുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടീസർ വിശകലനം ചെയ്യുമ്പോൾ പുതിയ കഥാപാത്രങ്ങളുടെ വാദങ്ങളും രണ്ടാം ഭാഗത്തിന്റെ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവതികളുടെ കഥയുമാണ് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സുരേഖ നായർ കേരളത്തിൽ നിന്നും IAS ഉദ്യോഗസ്ഥയാകാൻ ആഗ്രഹിച്ച യുവതി. സലീം എന്ന ആളുടെ പ്രണയത്തിൽ അകപ്പെട്ട് ജീവിതം തകർന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്തായിരുന്നാലും കണ്ടറിയാം. പിന്നെ അതോടൊപ്പം തന്നെ നോഹ, ആ പെൺകുട്ടി ഒളിമ്പിക്സിൽ എന്തോ പങ്കെടുക്കാൻ വേണ്ടി ഫൈസലിന് കല്യാണം കഴിച്ചപ്പോൾ അവളുടെ ജീവിതം പോയി എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ദിവ്യ പാലിവൾ, രാജസ്ഥാൻ. അങ്ങനെ ആ കുട്ടി പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആകാൻ വേണ്ടി നൃത്തം പഠിപ്പിച്ച് റാഷിദ് എന്ന് പറയുന്ന യുവാവിനെ കല്യാണം കഴിച്ച കൂടി അവളുടെ ഭാവിയും പോയി. മൊത്തത്തിൽ ഇന്ത്യയിലെ 8.5 കോടി ജനതയെ, അല്ലെങ്കിൽ സ്ത്രീകളെ, യുവതികളെ, അല്ലെങ്കിൽ ജെൻസി പിള്ളേരെ, ലേഡീസിനെ ഉദ്ദേശിച്ചിട്ടാണ് പ്രത്യേകിച്ച് ലേഡീസിനെ ഉന്നം വെച്ചുകൊണ്ട് മുന്നേറുകയാണ് കുറെ ജാതിയിലുള്ള മുസ്ലിം സമുദായം എന്ന് തന്നെ എടുത്തു പറയുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ വിശദ വിവരങ്ങൾ നോക്കുമ്പോൾ ഒന്നാം ഭാഗത്തിൽ 32,000 പെൺകുട്ടികൾ ISSലേക്ക് പോയി എന്ന വാദമായിരുന്നു. കോടതിയുടെ ഇടപെടൽ കൊണ്ട് 3 പെൺകുട്ടികൾ എന്ന കഥ മാറ്റേണ്ടി വന്ന ചരിത്രമാണ്. കണക്കുകളിലെ വൈരുദ്ധ്യങ്ങൾ അതാണ്. അപ്പോൾ ഇതിന്റെ അന്വേഷണവുമായിട്ട് വന്നു നോക്കിയപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന ആസൂത്രിത നീക്കം ഇന്ത്യയിലൂടെ പാർലമെന്റിലോ അതല്ലെങ്കിൽ കോടതിയിലോ എവിടെയെങ്കിലും തെളിയിച്ചിട്ടില്ല ഇതുവരെ. ആർക്കും അതിങ്ങനെ തെളിയിക്കാൻ പറ്റിയിട്ടുമില്ല. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും കേരള ഗവൺമെന്റും ഒക്കെ അതിന്റെ അന്വേഷണം നടത്തിയിട്ടും ഒരു വിവരവും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഈ ടീസറിലെ പെൺകുട്ടികളുടെ പിന്നെ സംസാരത്തിന്റെ ശൈലിയെ നമുക്ക് എടുത്ത് നോക്കാം. മലയാളി നായർ, എന്തൊരു സുരേഖ നായർ, ആ പുള്ളിക്കാരി ഒരുപക്ഷെ കേരളത്തിൽ ജനിച്ചതായിരിക്കില്ല. കാരണം മലയാളി ഹിന്ദി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈരുദ്ധ്യം എത്രത്തോളം ഉണ്ടാകും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോ അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിൽ ജനിച്ചു വളർന്ന അച്ഛനും അമ്മയും മലയാളി എന്നുള്ള രീതിയിൽ അതിനെ കാണിക്കേണ്ടതായിരുന്നു. എന്തായിരുന്നാലും അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോ മറ്റു പ്രദേശത്തുള്ളവർ എങ്ങനെയായിരുന്നാലും IAS എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ അത് കുറെ കടമ്പകളുണ്ട്. വെറുതെ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറി പോയി കഴിഞ്ഞാൽ IAS ആവാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെങ്കിൽ ഒരിക്കലും പിന്നെ മുംബൈയിലോ അല്ലെങ്കിൽ ഇവിടെ ഡൽഹിയിലോ വണ്ടി കയറി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോ ഇതിനൊക്കെ ഒരുപാട് ദഹിക്കാത്ത രീതിയിലുള്ള കഥാപാത്ര സൃഷ്ടി, അതോടൊപ്പം തന്നെ ഇൻഫ്ലുവൻസ്, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആകാൻ വേണ്ടി അങ്ങനെ ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒന്നും നൃത്തമൊന്നും പഠിക്കണം യാതൊരു നിർബന്ധമില്ല. എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു പ്രശ്നമുള്ള കേസേ അല്ല. അപ്പോൾ ഈ കഥാപാത്ര സൃഷ്ടികൾ തമ്മിലുള്ള വൈരുദ്ധ്യം വളരെ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ പാർട്ടിൽ കേരള സ്റ്റോറി 1 എന്ന് പറയുന്നത് ഇപ്പോൾ 2 ഇറങ്ങിയതുകൊണ്ടാണല്ലോ 1 എന്ന് പറഞ്ഞത് വരേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു സാധനം. അപ്പോ ആ 1 പറയുന്ന 32,000 പേരുടെ ചുരുക്കി 3 ഒതുങ്ങി അവസാനം പിന്നെ കോടതി ഇടപെടൽ കൊണ്ട് അത് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. സിനിമയിൽ തന്നെ എഴുതി കാണിക്കേണ്ടി വന്നു 3 പേരുടെ കഥയാണ് എന്നുള്ളത്. അപ്പോ അതിന് സമാനമായി ഇതിലും 3 സ്ത്രീകളെ ആണ്, 3 ജെൻസി ലേഡികളെയാണ് ഇതിൽ കാണിക്കുന്നത്. വ്യത്യസ്തമായ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ. അപ്പോ കഥാപാത്ര സൃഷ്ടിയിൽ തന്നെ ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി ബാക്കിയുള്ള ഘടകങ്ങളെ കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം. ഒന്നാം ഭാഗത്തിൽ 32,000 പെൺകുട്ടികൾ ISSലേക്ക് പോയി എന്ന വാദമായിരുന്നു. അത് കോടതി ഇടപെടലിനെ തുടർന്ന് 3 കുട്ടികൾ എന്ന കഥ എന്ന് മാറ്റേണ്ടി വന്ന ചരിത്രമാണ്. പിന്നെ കണക്കുകളിലെ വൈരുദ്ധ്യം നോക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ടുകൾ, ലവ് ജിഹാദ് എന്ന ആസൂത്രിത നീക്കം ഇന്ത്യയിൽ ഉണ്ട് എന്ന് പാർലമെന്റിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ
തെളിയിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. ഭരണാധികാരികൾക്കോ കേരള ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ NIA-ക്കോ പിന്നെ അവർ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ തന്നെ ഒരു വിധത്തിലുള്ള സംഘടിത നീക്കങ്ങൾക്കും വ്യക്തമായ തെളിവുകൾ ആരും ISSൽ പോയി എന്നുള്ള നിലയ്ക്ക് ഒരു ഇതും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇതിന്റെ പ്രൊപ്പഗണ്ടയും ഈ സിനിമയിലെ പ്രൊപ്പഗണ്ട എന്ന് വിളിക്കുന്ന പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് തിരഞ്ഞെടുപ്പ് പശ്ചാത്തലം, കേരളം, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെയും സ്വാധീനിക്കുവാൻ സിനിമ ശ്രമിക്കുന്നു എന്ന ശക്തമായ ഒരു ആരോപണം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തെ പൂർണ്ണമായും വില്ലൻ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഒരുപക്ഷെ സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഇത്തരം സിനിമകൾക്ക് സഹായിക്കുന്നു എന്നത് വളരെ പിന്നെ ശ്രദ്ധ കൂടി നിരീക്ഷിക്കുമ്പോൾ കാണാൻ പറ്റും. ഒരുപക്ഷെ നാസി ജർമ്മനിയിലെ പ്രൊപ്പഗണ്ട സിനിമകളിൽ പലരും ഇതിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന്റെ ന്യൂസ് ഏതോ ഒരു മീഡിയയിൽ കണ്ടു അങ്ങനെ ഒരു സാധനം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകൾക്ക് ഒരുപാട് നികുതി ഇളവുകൾ നൽകുന്നുണ്ട്. അപ്പോ കലാപരമായിട്ടുള്ള ഒരു മൂല്യം ഉണ്ടായിട്ടല്ല, കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തുക. അതോടൊപ്പം തന്നെ ഒന്നാം ഭാഗത്തിൽ മികച്ച സംവിധായകനും മികച്ച സിനിമഗ്രാഫി എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ ദേശീയ പുരസ്കാരങ്ങൾ നേടിയത്, അതോടൊപ്പം തന്നെ 300 കോടിയിലധികം രൂപ ബോക്സ് ഓഫീസിൽ ഈ സിനിമ നേടിയത്, അങ്ങനെയുള്ള ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ഈ സിനിമ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളതും വളരെ പിന്നെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ സിനിമയെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഏത് നിലപാട് നമ്മൾ സ്വീകരിക്കണം. ഒരു സ്വതന്ത്ര രാജ്യത്തിൽ പൗരൻ എന്നുള്ള നമ്മുടെ ഒക്കെ സമീപനം ഒരു വിമർശനാത്മകമായ രീതിയിൽ, ഒരുപക്ഷെ കേരളം എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് വൈകാരികമായിട്ട് പിന്നെ പ്രശ്നമുണ്ടാകുന്നത്. ഇത് മറ്റു സംസ്ഥാനങ്ങളുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല. കേരള സ്റ്റോറി എന്ന് പറയുന്ന കേരളത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു നരേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഈ സിനിമകളുടെയൊക്കെ പിന്നെ ആത്യന്തികമായ ലക്ഷ്യം. സമൂഹത്തിന്റെ മതേതരത്വത്തിനും സമാധാനത്തിനും തകർക്കുന്ന തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങളെ തിരിച്ചറിയുകയും അവയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ദി കേരള സ്റ്റോറി 2 എന്നത് കേവലം ഒരു സിനിമയല്ല, മറിച്ച് ശക്തമായ രാഷ്ട്രീയ സന്ദേശവും ഒരു ആയുധവുമാണ്. വസ്തുതകൾക്കും നുണകൾക്കും ഇടയിലുള്ള ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു സാധനമാണിത്. ഇത് എത്ര പേരെ സ്വാധീനിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. തിരഞ്ഞെടുപ്പിൽ ഇത് എത്ര പേർക്ക് സ്വീകാര്യമാകും എന്നുകൂടി നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഈ സിനിമ കാണുന്നവർക്ക് കാണാം, കാണാതിരിക്കുന്നവർക്ക് കാണാതിരിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കലയല്ല കൊലയാണ് ഉദ്ദേശമെന്ന് കൃത്യമായിട്ടും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. താങ്ക് യു.